കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. ആ കസേരയിലേക്ക് എത്താനുള്ള വഴികളെ കുറിച്ചുള്ള പരാക്രമങ്ങൾ നമ്മൾ കാണുമ്പോഴും ആരവിടെ ഇരുന്നാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ കഴിയുന്ന ഒരാൾ, ദീൻ മനോഹരമാകുന്ന ഒരാൾ, ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാൽ കേരളം എന്തോ കലാപത്തിയാകുമെന്ന് പറയുന്ന കലാപകാലുഷ്യ അസുരവിത്തുകളുടെ മുമ്പിൽ ഒരു മുസ്ലിം ഭരണാധികാരിയായാൽ ആ മുസ്ലിം ഭരണാധികാരിയുടെ മാതൃക ഇതാണ്. കേരളത്തിന്റെ ഉള്ളിൽ പോലും ഈ ചൂടുകാലത്തിറങ്ങുന്ന വിഷസർപ്പങ്ങളെ പോലെ വിഷസർപ്പങ്ങൾ സാമുദായിക സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവാൻ കഴിയില്ല. ഇന്നലെ ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ വിഷം തുപ്പുന്ന ഒരു ടീച്ചറിന് അങ്ങനെ പറയാൻ കഴിയില്ല. അധ്യാപിക എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവമെന്നാണ്. മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാട്ടിത്തരുമെന്നാണ്. ഏത് ദൈവത്തെയാണ് ഈ ഗുരുക്കൾ കാണിക്കുന്നത്? അധ്യാപിക എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരാൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞിവിടെ ആർക്കും ആവാം. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ശരി, ID കാർഡ് ഉണ്ടെങ്കിലും ശരി, അവരിവിടത്തെ പൗരനാണെങ്കിലും ശരി, അവര് മുഖ്യമന്ത്രിയാവാൻ പാടില്ല. എന്തുകൊണ്ട്? വിധേയത്വം കാണിക്കാത്തത് കൊണ്ടോ? അടിമത്തത്തിന് വേണ്ടി നാക്കി നിൽക്കാത്തത് കൊണ്ടോ? എന്തുകൊണ്ടാണ് അവർക്കാകാൻ പാടില്ലാത്തത്? ഇസ്ലാമിക സമൂഹത്തിൽ ഒരു മുസ്ലിം അധികാര പദത്തിലേക്ക് എത്തിയാൽ അവന്റെ മുമ്പിലെ ഏറ്റവും വലിയ മാതൃക അവന്റെ ദീനാണ്. ആ ദീൻ എന്ന് പറഞ്ഞാൽ അന്യനെ കൊല്ലുന്ന ദീനല്ല, പട്ടിണിക്കിടുന്ന ദീനല്ല. തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു അധികാരത്തിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഇവിടെ ആരെയും എനിക്ക് കബളിപ്പിക്കാം, അധികാരമുഖത്തെ കബളിപ്പിക്കാം, പടച്ചവന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധത്തോടുകൂടി രാജ്യത്തെ ഭരിക്കാൻ കഴിയുന്ന ഒരാൾ. ഉമർ റളിയല്ലാഹു തആല ഭരണാധികാരിയായിരിക്കുമ്പോൾ കുറെ ഒട്ടകത്തെ കിട്ടി ബൈത്തുൽ മാലിലേക്ക്. ആ സമയത്ത് സക്കാത്തിന്റെ മുതലായി കിട്ടിയ ഒട്ടകത്തിന്റെ പാൽ അല്ലാത്തവർക്ക് ഉപയോഗിക്കൽ നിഷിദ്ധമാണ്. സക്കാത്തിന് കിട്ടിയ ഒട്ടകത്തെ അടയാളം വെച്ച് തിരിച്ചു മാറ്റാൻ ഉമർ റളിയല്ലാഹു തആല ബൈത്തുൽ മാലിലേക്ക് കിട്ടിയ സക്കാത്തിന്റെ ഓഹരിയായി കിട്ടിയ ഒട്ടകത്തിന് ഇങ്ങനെ അടയാളം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാം. വേണ്ട, സക്കാത്തിന്റെ ഓഹരിയാണ്, അതിന്റെ അവകാശികൾക്ക് മാത്രമേ കൊടുക്കാവൂ, അത് ഉമർ നേരിട്ട് ചെയ്തു കൊള്ളാം. ഉദ്യോഗസ്ഥരെ പോലും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ആ ഒട്ടകത്തെ അടയാളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒട്ടകം ഉമർ റളിയല്ലാഹു തആലയുടെ കയ്യിൽ നിന്ന് വിട്ടു ഓടി. മദീനയിലെ തെരുവോരത്തിലൂടെ, മരുഭൂമിയിലൂടെ സക്കാത്തിന്റെ ഒട്ടകം ഓടുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അതിന്റെ പുറകിൽ കൂടെ ഓടുന്നു ആ ഒട്ടകത്തെ പിടിക്കാൻ. നമ്മുടെയൊക്കെ മുമ്പിൽ പോത്ത് വരണ്ടോടുമ്പോ അതിന്റെ പുറകെ ഓടുന്നത് മാതിരി ആ പാവപ്പെട്ട 60ഓളം വയസ്സ് വരുന്ന വയോവൃദ്ധൻ ഒരു ഒട്ടകത്തിന്റെ പുറകിലൂടെ ഓടുന്നത് കണ്ടപ്പോ ആരാണ് ഓടി തളർന്നു പോയി? ഉമർ റളിയല്ലാഹു തആല മണൽപ്പരപ്പിലൂടെ. കിസ്റയും കൈസറും അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഞെട്ടും. ആ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള കവാടത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 10 പേര് സ്വർഗത്തിലാന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. എന്നിട്ടും ഒട്ടകത്തിന്റെ പുറകെ ഓടുകയാണ്. ഈ കാഴ്ച കാണുന്നുണ്ട് മഹാനായ അലി റളിയല്ലാഹു തആല തന്റെ വീട്ടിലിരുന്ന്. മഹാനവറുകൾ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ നേതാവേ, വാർദ്ധക്യ നേരത്ത് ആ ഒട്ടകത്തിന്റെ പുറകോടി നിങ്ങളുടെ കാലുകൾ തളർന്നുവല്ലോ. ആ ഒട്ടകത്തെ ഞാൻ പോയി പിടിച്ചു കൊണ്ടുതരാം, ഞാൻ യുവാവാണ്, നിങ്ങൾ വൃദ്ധനാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല പറയുമ്പോ ആ ഓട്ടത്തിന്റെ ഇടയിൽ ഉമർ റളിയല്ലാഹു തആല മറുപടി, അലിയെ നന്ദി, നിന്റെ സഹായത്തിന് നന്ദി. ഞാൻ ഇതിലെ പുറകെ ഓടുമ്പോൾ എന്റെ ഒട്ടകത്തിന്റെ തളർച്ച കണ്ട്, എന്റെ കിതപ്പും എന്റെ ദുരവസ്ഥയും കണ്ട് നിനക്ക് എന്നോട് സഹതാപം തോന്നിയല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ പരലോകത്ത് പടച്ചറപ്പിന് മുമ്പിൽ ഉമർ ഓടി തളർന്ന് കിതച്ചു നിൽക്കുമ്പോ ഇതുപോലൊരു സഹതാപം തോന്നിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ അലിയെ, നീ വരുമോ നാളെ പരലോക നാളിൽ, പുനരുത്ഥാന നാളിൽ, യൗമുൽ ഖിയാമയിൽ? വലാ തസിറു വാസിറത്തും വിദ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ.
ആർക്കും അവരവര് ചെയ്തതല്ലാതെ കർമ്മപരമായി രേഖപ്പെടുത്താത്ത നാളിൽ നാളെ പരലോകത്ത് ഇതുപോലൊരു സഹായം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഇല്ല ഉമറേ, അലിയെ, നീ നിന്റെ ജോലി നോക്കിക്കോളൂ, പടച്ചവൻ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നോക്കിക്കോളാമെന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ദീനിനെയാണ് മനോഹരമായ ദീൻ എന്ന് പറയുന്നത്. അധികാരത്തിലിരിക്കുമ്പോഴും എവിടെ എത്തിയാലും അവിടെയും ഞാൻ ദീനുള്ള ആളാണ്. ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, പക്ഷെ അവിടെയും എന്റെ ദീൻ എനിക്ക് മുഖ്യമാണ്. ആ ദീൻ ഏതാണ്? വിഭാഗീയതയുടേതല്ല, വർഗീയതയുടേതല്ല. എന്റെ പടച്ചവൻ എന്നെ ഏൽപ്പിച്ച എന്റെ ദീൻ. ഹറാമും ഹലാലും തമ്മിലുള്ള വ്യത്യാസം, ഹറാമും ഹലാലും തമ്മിലുള്ള വ്യത്യാസം, ഫർളുകൾ നിർവഹിക്കുന്നതിലുള്ള നിഷ്ഠത, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദീനിന് പ്രാമുഖ്യം നൽകുക എന്നതാണ് ദീൻ മനോഹരമാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഹാദർ റളിയല്ലാഹു അൻഹു. ഇന്ന് ഇബ്രാഹിം ഈ പാരമ്പര്യത്തെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇസ്മായിൽ നബിയുടെ സമ്മാനത്തെ കുറിച്ച് സംസാരിക്കാം. കാലോചിതമായി, സാമൂഹികമായി നമ്മൾ ഈ ബലിപ്പെരുമാൾ വരുമ്പോ ഉതുകയും മറ്റുമൊക്കെ പറയുന്നതിനപ്പുറം ഇതിനൊരു സാമൂഹിക വശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ പെരുന്നാളിൽ നിന്ന് അറുക്കുന്നത് മാത്രമാണ് ആണോ? ഇബ്രാഹിം നബി നമ്മളോട് പറയുന്നതിന് അർത്ഥം ബലിപ്പെരുന്നാളിന് അറുത്തു കഴിഞ്ഞാൽ, ഹജ്ജ് തീർന്നു കഴിഞ്ഞാൽ അതോടെ അവസാനിച്ചു എന്നല്ല. ഖുർആൻ ഇവിടെ മനോഹരമായി ഖുർആനിനെ പഠിക്കാൻ നമ്മളൊരു സമയം എടുക്കണം. അതാണ് സാമൂഹികമായി ഇബ്രാഹിമി സന്ദേശം. അതാണ് ഹജ്ജിന് പോയാൽ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ മനോഹരമായി ആ കറുത്ത തുണി, കഅബാലയത്തെ മൂടിക്കിടക്കുന്ന കറുത്ത തുണിയിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരു മനോഹരമായ ആയത്തുണ്ട്. ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ. ഏതാണ് ആയത്ത്? എത്രയോ പ്രാവശ്യം നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, തവാഫ് ചെയ്തിട്ടുണ്ട്. ആ കഅബയുടെ തുണിയിൽ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഒരു ആയത്ത് എഴുതിയിട്ടുണ്ട് സ്വർണ്ണ നൂലുകളിൽ. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. കുല്ലോ നബി എന്ന് പറഞ്ഞു കൊടുക്ക്, സദഖല്ലാഹ്, അല്ലാഹു പറഞ്ഞതെത്ര വാസ്തവമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഋജുമാനസനായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തെ നിങ്ങൾ പിന്തുടരണേ. ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് നടക്കുമ്പോഴും ആയത്തിലാണ് ഇബ്രാഹിം ഹനീഫ. എന്താ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം? എന്താണ് ആ പാരമ്പര്യം? മൃഗബലിയിൽ മാത്രമല്ല, അതറിയണമെങ്കിൽ ആ പാരമ്പര്യത്തെ ഖുർആൻ മറുഭാഗത്ത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ശ്രദ്ധിച്ചു കേൾക്കുക, മനോഹരമായി കേൾക്കുക. ഈ അല്പസമയത്തെ കേൾവിയും മനോഹരമായി കേൾക്കുകയും. വമൻ അഹ്സനു ദീനൻ, ആരുടെ ദീനാണ് മനോഹരമായത്? എത്ര ചേതോഹരമായിട്ടാണ് പടച്ചവന്റെ ചോദ്യം. വമൻ അഹ്സനു ദീന, ആരുടെ ദീനാണ് മനോഹരമായ ദീനായത്? ആരുടെ ദീനാണ് മനോഹരമാകുന്നത്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവന്റെ മുഖം അല്ലാഹുവിലേക്ക് മാത്രം അവൻ തിരിക്കുന്നവനാണ്. സർവലോക സിട്ടാവായ, സർവലോക പരിപാലകനായ, സർവാധിനാഥനായ അല്ലാഹുവിലേക്ക് അവൻ അവന്റെ മുഖത്തെ തിരിക്കുന്നുണ്ട്. മിമ്മൻ വമൻ അഹ്സനു ദീന, ആരുടെ ദീനാണ് മനോഹരമായത്? നമ്മുടെ ദീൻ മനോഹരമാണ്. നമ്മുടെ ദീൻ മനോഹരമാണ്. ആലോചിച്ച് നോക്കി, എപ്പോഴാണ് നമ്മുടെ ദീൻ മനോഹരമാകുന്നത്? നമുക്ക് ദീനുണ്ടോ? ഉണ്ട്, ഇല്ലേ? നമുക്കെല്ലാവർക്കും ദീനില്ലേ? ദീനുള്ളത് കൊണ്ടാണല്ലോ വെള്ളിയാഴ്ച നേരത്തെ നമ്മൾ ആദ്യത്തെ സഫിൽ വന്ന് ഇവിടെ നിസ്കാരത്തിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു വന്നത്. എല്ലാ തിരക്കിന്റെ ഇടയിൽ ജുമയ്ക്ക് വന്നത് ദീനുള്ളത് കൊണ്ടാണല്ലോ. നമുക്ക് ദീനുണ്ട്. നമ്മുടെ മഹല്ലി ദീനുണ്ട്. വലിയ പള്ളി മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ മഹല്ലിൽ ദീനുണ്ടോ?
ദീനുണ്ടെങ്കിൽ അതിൽ ഒരു മാനദണ്ഡമേ ഉള്ളൂ. ഒരു മഹല്ലിൽ ദീനുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആ മഹല്ലിലെ പള്ളിയിലെ സുബഹിയുടെ ജമാഅത്തിനും ഇശാഇന്റെ ജമാഅത്തിനും എത്ര ആളുകൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് അവിടുത്തെ മഹല്ലിന്റെ ദീനിന്റെ മാനദണ്ഡം. സുബഹിയുടെ ജമാഅത്തിനും ഇശാഇന്റെ ജമാഅത്തിനും മഹല്ല് പള്ളിയിൽ മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള പള്ളികളിൽ ഇമാം ജമാഅത്തോട് എത്ര ആളുകൾ നിസ്കാരത്തിന് പങ്കെടുക്കുന്നു എന്നതാണ്. അതാണ് ഒരു കണക്ക്, ബാഹ്യമായ കണക്ക്. ഇവിടെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ ദീനുണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ അതുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ടാണ് ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ ഇമാമായി ചാർജെടുക്കുമ്പോൾ സുബഹിയുടെ ജമാഅത്തിന്റെ പ്രധാനമാണ്. അത് ദീനുണ്ട് എന്നതിന്റെ അടയാളമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന നേരം, ഇശാ അവശതകൾ വന്ന് കിടന്നുറങ്ങാൻ ശരീരം നിർബന്ധിക്കുന്ന നേരത്ത് ജമാഅത്തായിട്ട് നിർവഹിക്കുക, അതൊരു മനുഷ്യന്റെ ദീനിന്റെ മാനദണ്ഡമാണ്. നിങ്ങൾക്ക് ദീനുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ നിഷ്ഠ എന്താണ് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അള്ളാഹു അത് ഇമാം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ദീൻ നമുക്കുണ്ട് എന്നതിന്റെ അടയാളം അതാണ്. അതോടൊപ്പം തന്നെ ആ ദീൻ മനോഹരമാണോ എന്നറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇബ്രാഹിം നബി ലോകത്ത് സമർപ്പിച്ച ദീൻ മനോഹരമാണ്. മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. അല്ലാഹുവിലേക്ക് അവന്റെ മുഖത്തെ അവൻ തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവന്റെ ദീൻ അല്ലാഹുവിന്റെ തൃപ്തിയാണ്. മഹാനായ യൂനുസ് പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ രണ്ട് രീതിയിലുള്ള വസ്ത്രമുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റിയുടെ വില 100 ദിർഹമാണ്. ഫസ്റ്റ് ക്വാളിറ്റിയുടെ വില 200 ദിർഹമാണ്. സെക്കൻഡ് ക്വാളിറ്റിയുടെ വില 100 ദിർഹമാണ്. കണ്ടാൽ രണ്ടും ഒരുപോലെയാണ്. ചൈന ഏതാണ്, കുന്നംകുളത്ത് നിന്നുണ്ടാക്കുന്ന ഏതാണ്, രണ്ടും തിരിച്ചറിയാൻ കഴിയില്ല. കാഴ്ചയിൽ സമാന പ്രകൃതമാണ്. യൂനുസ് ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല, നിങ്ങൾ എല്ലാവരും ധാരാളം കച്ചവടക്കാരാണല്ലോ, കച്ചവടത്തിന് ദീൻ ഉണ്ടാവണം. അപ്പോഴാണ് ദീൻ മനോഹരമാകുന്നത്. ആ സമയത്ത് ളുഹർ നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ യൂനുസ് ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല അൻഹു തന്റെ അനുജനെ, തന്റെ സഹോദരനെ കടയിൽ ഏൽപ്പിച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് വിദേശിയായ ഒരാൾ കടയിൽ വന്നു. അയാൾ ചോദിച്ചൊരു സാധനം ഇഷ്ടപ്പെട്ടു. ഇതിനെന്താണ് വില? അത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, എടുത്തുകൊണ്ട് പോവാതിരിക്കില്ല എന്നുറപ്പായപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, 200 ദിർഹമാണ് വില. സെക്കൻഡ് ക്വാളിറ്റിയുടെ വസ്ത്രത്തിന് ഫസ്റ്റ് ക്വാളിറ്റിയുടെ വില കൊടുത്ത് 200 ദിർഹം കൊടുത്ത കച്ചവടം അദ്ദേഹം വാങ്ങിച്ചു. അത് കവറിലിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടിട്ട് ചോദിച്ചു, എന്ത് വാങ്ങിക്കാൻ പോയതാണ്? വസ്ത്രം വാങ്ങിക്കാൻ പോയതാണ്. എത്രയാണ് വില? അദ്ദേഹം 200 ദിർഹമാണ്. നോക്കിയപ്പോൾ 100 ദിർഹമിന്റെ വിലയുള്ള സാധനം 200 ദിർഹമിന് കൊടുത്തു. ആ കച്ചവടക്കാരനെയും പിടിച്ചുകൊണ്ട് നേരെ കടയിൽ വന്നിട്ട് ചോദിച്ചു, ആര് പറഞ്ഞു 200 ദിർഹമിന് ഇത് കൊടുക്കാൻ? 100 ദിർഹമല്ലേ ഇതിന് വിലയുള്ളൂ. ആ സമയത്ത് സഹോദരൻ പറഞ്ഞു, വാങ്ങാമെന്ന ആൾ തൃപ്തിയോടെ വാങ്ങിച്ചതാണ്, ഞാൻ തൃപ്തിയോടെ കൊടുത്തതാണ്. അദ്ദേഹത്തിന് അതിൽ പരാതി ഇല്ലാത്തിടത്തോളം കബളിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് പരാതി ഇല്ലാത്തിടത്തോളം കാലം എന്തിനാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മനോഹരമായ ദീനിനെ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ പറഞ്ഞത് ശരിയാണ്. ഒരു കച്ചവടം നടത്തിയപ്പോൾ നിന്റെ തൃപ്തി നീ പരിഗണിച്ചു, വാങ്ങാൻ വന്ന ആളുടെ തൃപ്തി നീ പരിഗണിച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ നിന്റെ പടച്ചവന്റെ തൃപ്തിയെ നീ പരിഗണിച്ചോ ഇല്ലയോ? അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണ്? അറിയാൻ വയ്യാത്തൊരു മനുഷ്യനെ 200 ദിർഹമിന് ഇരട്ടി വിലയ്ക്ക് കൊടുക്കുന്നത് നിന്റെ പടച്ചവൻ കാണുന്നില്ലേ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാം നിരീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്റെ ഉള്ളിലല്ല നീ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തപ്പോ പടച്ചവന്റെ തൃപ്തിയെ പരിഗണിച്ചില്ല? അതുകൊണ്ട് അധികം വാങ്ങിച്ച 100 ദിർഹം തിരിച്ചു കൊടുക്ക്. തിരിച്ചു കൊടുത്തു. കഴുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കണ്ടിട്ട് ആ വിദേശിയായ മനുഷ്യൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. സഹോദരങ്ങളെ, ദീൻ മനോഹരമാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടങ്ങളിൽ ഫിഇലിലും ഫിക്റിലും കൗലിലും ഫിഇലിലും ഫിക്റിലും മനോഹരമായ ദീൻ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു നമ്മളെ ഖലീലാക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബും ഖലീലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു ചുരുങ്ങിയ ജുമയ്ക്ക് പറയാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് ഒരു വിഷയം എടുത്തു പറയാം. മലയാളത്തിലെ രണ്ടും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളെന്നാണ്, പക്ഷെ അതിന് വ്യത്യാസമുണ്ട്.
ദീൻ മനോഹരമാക്കുക എന്നതാണ്. മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ആര് അല്ലാഹുവിലേക്ക് തന്റെ ദീനിനെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചോ വഹുവ മുഹ്സിൻ, അവനാണ് ഏറ്റവും നല്ലവൻ. ഏത് സമ്മർദ്ദവും പ്രതിസന്ധികളും വന്നാലും പരിശുദ്ധമായ ദീനിനെ കൈവിടേണ്ട ഒരു അവസ്ഥ വന്നാലും ആ സമയത്ത് അല്ലാഹുവിന്റെ ദീനിന് പ്രാമുഖ്യം കൊടുക്കലാണ് ഇബ്രാഹിമി പാരമ്പര്യത്തിന്റെ പിൻഗാമികൾ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ചിറക് കരിഞ്ഞിട്ട് താഴെ വീഴുന്ന വിധം അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തേക്ക് കത്തിച്ചൊലിച്ച തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ഇബ്രാഹിം നബിയുടെ മന്ത്രമെന്നാണ് ഹസ്ബി അല്ലാഹ്, ഈ തീക്കുണ്ടത്തിലും എനിക്ക് എന്റെ റബ്ബ് മതി. അവന്റെ തൃപ്തി ഞാൻ കരിയാനാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, അവന്റെ തൃപ്തി ഞാൻ രക്ഷപ്പെടുന്നതിലാണെങ്കിൽ അതും എനിക്ക് പ്രശ്നമല്ല എന്ന് തീരുമാനിച്ച് മുഹ്സിനായപ്പോഴാണ് ഇബ്രാഹിം നബി അല്ലാഹു ഖലീലാക്കിയത്. പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ദീനിനെ മുറുകെ പിടിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ, നമ്മുടെ ഈമാനിനെ മുറുകെ പിടിക്കാൻ കഴിയുക എന്നതാണ് ഇബ്രാഹിം നബി നമ്മളോട് പറയുന്നത്. മഹാനായ മദീന നഗരത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തോട് പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് വരൂ. എല്ലാവരും എത്തി. മദീനയിലെ മുഴുവൻ പുരുഷന്മാരും മദീനയുടെ കവാടത്തിലേക്ക് പോകട്ടെ. മഹാനായ അബൂ ഹുദാഫത്ത് സഹിമി റളിയല്ലാഹു തആല അതിലെ വരുമ്പോൾ മദീനയിലെ മുഴുവൻ പുരുഷന്മാരും അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് സ്വീകരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല കൽപ്പന ഇടുന്നുണ്ട്. എപ്പോഴാണ് സഹോദരങ്ങളെ, ഏത് സമയത്താണ്? ആരാണ് മദീനയുടെ കവാടത്തിൽ മദീനയിലെ മുഴുവൻ പുരുഷാരവും കാത്തുനിന്നു? ആരെ കാത്തു നിൽക്കുകയാണ്? മുഖ്യമന്ത്രിയെ കാത്തിട്ടല്ല, ഉപമുഖ്യമന്ത്രിയെ കാത്തിട്ടല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു തആല എന്ന ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്കറിയോ? യുദ്ധം നടക്കുന്ന നേരത്തെ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് യുദ്ധം നടക്കുന്ന അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെയും 60ഓളം വരുന്ന സഹാബത്തുകളെ യുദ്ധത്തിൽ പിടിച്ചു റുസ്തം. ആ റുസ്തം യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുപോയി തടവിലാക്കിയിട്ട് റുസ്തം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ വിട്ടിട്ട് എന്നെ ആരാധിക്കണം, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല തയ്യാറായില്ല. മഹാനവറുകളെ ഒരു ഭിത്തിയിലേക്ക് കൊണ്ടുപോയി ചേർത്തു വെച്ച് മറുഭാഗത്തുനിന്ന് അമ്പെയ്തു. ആ എയ്ത അമ്പുകൾ മഹാനവറുകൾ നിക്ഷോഭത്തോടുകൂടി അവിടെ നിന്നു. മഹാനവറുകളുടെ നെഞ്ചകം ലക്ഷ്യമാക്കി അമ്പുകൾ പാഞ്ഞു വരുമ്പോ റുസ്തമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ, ദീനിനെ വില കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മഹാനവറുകളുടെ ഇരുത്തോളുകളുടെ ഇടയിലേക്ക് അസ്ത്രം തുളച്ചു കയറി. റുസ്തം പറഞ്ഞു, ഈ എയ്ത അമ്പുകൾ നിന്റെ നെഞ്ചകം പിളർക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഒരവസരം കൂടി നിനക്ക് തരികയാണ്, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമോ ഇല്ലയോ? മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല. അവസാനം മഹാനവറുകളെ കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, എന്റെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തിനോട്, 17 ദിവസമാണ് തടവറയിൽ പട്ടിണി കിടന്നത്. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. 14 ദിവസം പട്ടിണി കിടന്ന അവസാനം ശരീരം എല്ലും തോലുമായി മരണത്തോട് വെപ്രാളമടിക്കുമ്പോൾ വന്നു ചോദിച്ചു, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാണോ? ഇല്ല, ഞാൻ സുജൂദ് ചെയ്യാൻ തയ്യാറല്ല. അവസാനം മഹാനായ 15 ദിവസം പട്ടിണി കിടന്ന് വയറൊട്ടി ജീവിതം വിട പറയുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. മുമ്പിൽ 2 പാത്രം കൊണ്ടുപോയി വെച്ചു. ഒന്നിൽ പന്നി മാംസം, മറ്റൊന്നിൽ മദ്യം. രണ്ടും കൊടുത്തിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ഹുദാഫ, നിനക്ക് വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് ജീവൻ നിലനിർത്താം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് മുമ്പിൽ വരുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന് പന്നി മാംസം, മറ്റൊന്ന് മദ്യം. ആ സമയത്ത് എന്താണ് ഒരു മുസ്ലിമിന്റെ നിലപാട്? എന്താണ് ദീനിന്റെ നിലപാട്? എന്താണ്? ആ സമയത്ത് അത് കഴിക്കാമെന്നാണ്. ജീവൻ നിലനിർത്താൻ പറ്റുന്ന ഒരു സമയത്തിൽ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ പന്നിമാംസമാണെങ്കിലും മദ്യമാണെങ്കിലും ജീവൻ നിലനിർത്താൻ അളവിൽ കഴിക്കാമെന്നാണ്. നിങ്ങൾക്ക് ഞാൻ പന്നിമാംസവും മദ്യവും ഒക്കെ ഹറാമാക്കിയിരിക്കുകയാണ്. നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിലൊഴികെ
ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തിയാൽ പന്നിമാംസമാണെങ്കിലും മദ്യമാണെങ്കിലും കഴിക്കാൻ പ്രശ്നമില്ല. ദീനിൽ ഇളവുണ്ട സമയത്ത് കഴിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല എന്റെ ജീവൻ അവസാനത്തെ പെടച്ചിൽ പടഞ്ഞാലും ഞാനിത് കഴിക്കില്ല. ഉസ്തും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ ഇതിന് അനുവാദം തന്നിട്ടില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മറുപടി, ഇത് വേണമെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ എനിക്ക് നിഷിദ്ധമല്ല, അനുവദനീയമാണ്. പക്ഷേ ജീവൻ നിലനിൽക്കാൻ, ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്റെ പടച്ചവൻ ഹറാമാക്കി ഇത് ഞാനെങ്ങാനും എടുത്ത് കഴിച്ചാൽ അത് കണ്ടിട്ട് നിങ്ങൾ എന്റെ ഹബീബിനെ പുച്ഛിച്ച് പരിഹസിക്കും, നിങ്ങൾ എന്റെ ദീനിനെ പരിഹസിച്ച് ചിരിക്കും. ഞാൻ ആർത്തിയോടത് തിന്നുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്റെ മുമ്പിൽ എന്റെ ദീനിനെ, എന്റെ പടച്ചവനെ പരിഹസിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് കഴിക്കില്ലെന്ന് പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല അൻഹു. അനുവദനീയമായത് കഴിക്കുമ്പോഴും എന്റെ പേരിൽ എന്റെ ദീൻ പരിഹസിക്കപ്പെട്ടാൽ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ, ഈ തീക്കുണ്ടത്തിൽ കിടന്ന് അള്ളാഹുവിന് വേണ്ടി മനോഹരമായി ജീവിച്ച ഇബ്രാഹിം നബിയുടെ കഥ പറയുമ്പോൾ, നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളുടെ മേൽ ദീൻ പരിഹസിക്കപ്പെടാറില്ലേ? നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളുടെ മേൽ നമ്മുടെ ദീൻ പരിഹസിക്കപ്പെടാറില്ലേ? നമ്മുടെ വൈയക്തികമായ പല കാര്യങ്ങളുടെ പേരിലും നമ്മുടെ ദീൻ പരിഹസിക്കപ്പെടാറില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയത് വമൻ അഹ്സനു ദീന, മനോഹരമായി ദീനിനെ ജീവിതത്തിൽ പ്രയോഗിച്ചപ്പോഴാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു അനുവദനീയമായിട്ടും കഴിച്ചിട്ടില്ല. എന്റെ കൂട്ടുകാരൻ നിർബന്ധിച്ചത് കൊണ്ട് ഞാനൊന്ന് സിപ്പ് ചെയ്തതാണ്. ആ ഒരു അവസ്ഥയിൽ ഞാൻ തിന്നുപോയതാണ്. മദ്യവും ഈ പന്നിമാംസവും അല്ലാഹു ഹറാമാക്കി. സഹോദരങ്ങളെ, എന്തിനാണ് ഹറാമാക്കിയത്? തിരുവനന്തപുരത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ, അല്ലെങ്കിൽ വിവാന്ത താജിലെ ഒരു ഡിന്നറിന് പോയാൽ, നിങ്ങൾക്ക് അവിടെ അല്ലാഹു എല്ലാം ഹലാലാക്കി. ഒന്ന് മാത്രമല്ലേ ഹറാമാക്കിയുള്ളൂ? എവിടെ പോയാലും, യൂറോപ്പിൽ പോയാലും, നൈനിറ്റാളിൽ പോയാലും, സ്വിറ്റ്സർലൻഡിൽ പോയാലും, അവിടുത്തെ ഹോട്ടലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഭവങ്ങൾ, ഏതൊക്കെ കളറിലുള്ള വിഭവങ്ങൾ, ഏതൊക്കെ മാംസങ്ങൾ, ഏതൊക്കെ മത്സ്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഹലാലാണ്. പക്ഷേ പന്നിമാംസം കഴിക്കരുത്, മദ്യം കഴിക്കരുത്. ഈ 2 മാത്രം നമുക്ക് നിഷിദ്ധമാക്കിയിട്ട് ബാക്കിയെല്ലാം അല്ലാഹു നമുക്ക് ഹലാലാക്കിയല്ലേ തന്നത്? എല്ലാം ഹലാലാക്കിയല്ലേ? നിങ്ങൾക്ക് ഹറാമും ഹലാലും ഞാൻ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോയി? തൊട്ടില്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫ. ഇബ്രാഹിം നബി അല്ലാഹു ഖലീലാക്കി തെരഞ്ഞെടുത്തത് ആ ഇബ്രാഹിമിന്റെ മേൽ ദീൻ പരിഹസിക്കപ്പെടാതിരിക്കുമ്പോഴാണ്, ഈമാൻ പരിഹസിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. നമ്മുടെ കല്യാണ ആർഭാടങ്ങൾ, വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുമ്പോൾ ദീൻ എത്ര മേൽ ആക്ഷേപിക്കപ്പെടുന്നു. നമ്മുടെ സ്ത്രീമകളുടെ മേൽ ദീൻ ആക്ഷേപിക്കപ്പെടുന്നു. അവസാനം മഹാനവറുകളെ എന്ത് ചെയ്തെന്നറിയുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് മഹാനായ 60ഓളം വരുന്ന തന്റെ പ്രിയപ്പെട്ട കൂടെ അള്ളാന്റെ ദീനിന് വേണ്ടി പൊരുതി നിന്നവരെ കൊണ്ടുവന്നു. തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് ഒരു സഹാബി എടുത്തെറിഞ്ഞു. 59 ആളെ വെളിയിലുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല നോക്കുമ്പോൾ തന്റെ കൂടെ ദീനിന് വേണ്ടി പുറപ്പെട്ട അവർ തിളച്ചുമറിയുന്ന എണ്ണയിൽ അവളുടെ ശരീരം ഇങ്ങനെ വീർത്തു വരുമ്പോൾ, അവിടെ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആലയുടെ കണ്ണ് നിറഞ്ഞു വാവിട്ട് കരഞ്ഞു. റുസ്തം ചോദിച്ചു, അടുത്തത് നീയാകുമെന്ന് കരുതിയിട്ടാണോ നിന്റെ കരച്ചിൽ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആലയുടെ മറുപടി, അല്ല, അടുത്ത ഊഴം എന്റേതാണെന്നറിയാം. എനിക്ക് നിരാശ ബാധിച്ചിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ തലകുനിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഈ തിളച്ച എണ്ണയിൽ എന്നെ വലിച്ചെറിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യമല്ലേ എനിക്ക് ഷഹീദാവാൻ കഴിയൂ. പടച്ചവൻ എനിക്ക് 100 ജന്മം തന്നെങ്കിൽ ആ 100 ജന്മവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇവിടെ ഷഹീദാവാൻ കഴിയുമായിരുന്നല്ലോ എന്നോർത്തിട്ട് നിരാശയിൽ ഞാൻ കരയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ, പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഈ വിശ്വാസിയുടെ ദീനിന്റെ മനോഹാരിതയെ വികൃതമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ റുസ്തം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള 59 പേരെ ഞാൻ വിട്ടയക്കാം, പക്ഷെ എന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകണം, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണ്ട. അവസാനം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഞാൻ പറയുന്നത് അംഗീകരിക്കണം, എങ്ങനെയെങ്കിലും തല ഊരാൻ വേണ്ടി പെട്ടകക്കണിയിൽ നിന്ന്. ഏകാധിപതികൾ എല്ലാ കാലത്തും അവരുടെ ശൈലി എങ്ങനെയാണ്, ഇതൊന്ന് അംഗീകരിച്ചാൽ മതി, പിൻവാങ്ങാം. 59 തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വൈമനസ്യത്തോടെ അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല പേർഷ്യൻ രാജ്യത്തിന്റെ ഏകാധിപതിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്തു.
കൊടുത്തു. 59 സഹാബത്തുമായി നിരുപാധിക ഇറങ്ങി വരുമ്പോഴാണ് മസ്ജിദുൻ നബവിയിൽ ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മദീനയിലെ മുഴുവൻ പുരുഷന്മാരും മദീനയിലെ കവാടത്തിലെത്തട്ടെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിത്തടത്തിൽ എല്ലാവരും ചുംബനം കൊടുത്തു. അതിനു പകരമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് മനോഹരമായ ദീൻ. ആ ദീനിനെ മനോഹരമായി നിൽക്കുമ്പോൾ ആരുടെ ദീനാണോ മനോഹരമാകുന്നത്, അവൻ അല്ലാഹുവിലേക്ക് മുഖം തിരിക്കുമ്പോൾ അവൻ നന്മയുള്ളവനാണ്. ഋജുമാനസനായ ഇബ്രാഹിം നബിയുടെ പാതയെ പിന്തുടരണേ. അങ്ങനെ ദീൻ മനോഹരമാകുമ്പോൾ ഇബ്രാഹിമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തു അലൈഹിസ്സലാം. അല്ലാതെ ഖലീലാക്കിയത് വെറുതെ അല്ല, കാരണം ദീൻ മനോഹരമായപ്പോഴാണ്. അല്ലാഹു ഇബ്രാഹിമി സ്മരണകളിലൂടെ നടന്ന് ദീനിനെ മനോഹരമാക്കാൻ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അതിനെ മനോഹരമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി തുടർച്ചയായി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.